ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് തമിഴ്നാട്ടിൽ പറയുന്നത് പട്ടണം പക്കാവട അല്ലെങ്കിൽ മെതുപ്പക്കാവട എന്ന് പറയും. മെതുപ്പക്കാവട അതിന് ഫസ്റ്റ് ഡാൽഡ എടുത്തിട്ടുണ്ട്. ഡാൽഡ അല്ലെങ്കിൽ ബട്ടർ എടുക്കുക, അല്ലെങ്കിൽ നെയ്യ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. ഒരു സ്പൂണ് അളവിൽ വലിയ സ്പൂണിൽ ഒരു സ്പൂണ് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട ശേഷം നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ സ്പൂണിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് കയ്യോ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നന്നായി അങ്ങോട്ട് കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് പതയ്ക്കണ പോലെ ആകും. പതയ്ക്കുക പറഞ്ഞാൽ നല്ല മിക്സ് ചെയ്തിട്ട് നല്ല സ്പീഡിൽ കടന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പോരാ, അപ്പോൾ ഒത്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു സ്പൂണ് പറഞ്ഞാൽ അര സ്പൂൺ അതിൽ വീണിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാം പ്രാവശ്യം എടുത്തത്. സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേമാതിരി നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പതയുന്ന ഏതാണ്ട് ഒരു മാറ്റം കണ്ടില്ലേ അതിൻ്റെ പതഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചു. അത് ഒരളവിൽ പൊട്ടുകടല പൊടിച്ചതാണ്. അതിന് കൂടെ കടലപ്പരിപ്പിട്ടു കടലമാവ് ഇട്ട് കൊടുക്കുക. ഒരേ അളവിലെടുക്കണം കേട്ടോ. കടലമാവ് പൊട്ടുകടലപ്പൊടി ഒക്കെ ഒരേ അളവിലെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അരിപ്പൊടി എടുക്കാം. അതേ പാത്രത്തിൽ ഒരു പാത്രം അരിപ്പൊടി വറുത്തതായാലും വറുക്കാത്തതായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. പെരിഞ്ചീരകം കുറച്ചിട്ട് കൊടുത്തു. നിരക്കടല കുറച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിറയെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെച്ചുണ്ടല്ലോ നമുക്ക് ഈ ഉണ്ട പൊടിക്കുമ്പോൾ ശരിയാവില്ല. ഗരം മസാല ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളി പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം. കരിവേപ്പില, മല്ലിയില അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയായി അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് ചതച്ച് കൊടുക്കാം. ഞാൻ 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ചതച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യോ കൊണ്ട് തന്നെ നന്നായി അതിനെ എല്ലാ ഭാഗവും ജോയിൻ്റ് ആക്കിയിട്ട് പതുക്കെ അതിനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കറക്റ്റാക്കി കൊടുക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തിരി മുളക് പൊടിയായി നമുക്ക് എരിവ് പോരാ തോന്നുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മാവ് ഇത്രയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എരിവ് കളറും കിട്ടും, കുറച്ച് എരിവും കൂടി ഉണ്ടാകും മുളക് പൊടി ഇടുമ്പോൾ. പച്ചമുളക് നമ്മൾ റൗണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കടിച്ചുകൊണ്ടിരിക്കും. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി പരുവല്ല, നമുക്ക് ഈ പിടിക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങി നിൽക്കണം. ആ പരുവത്തിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട്, നിറയെ ഒഴിക്കണ്ട കേട്ടോ. നിറയെ ഒഴിച്ചാൽ കുളമാകും. അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. നല്ല ബലത്തിൽ അമർത്താൻ പാടില്ല. ഒന്ന് കയ്യിൽ ഒതുങ്ങി പിടിക്കും മാതിരി ആക്കാൻ പാടില്ല. അല്ലെങ്കിൽ നല്ലോണം അമർത്തിയുണ്ടല്ലോ അങ്ങനെ ബലമായിട്ട് പോകും. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകും. ഇതങ്ങനെ എല്ലാം ഉരുട്ടി കൊടുക്കാം. ഇതങ്ങനെ ഇരിക്കണം. കൈ പിടിക്കുമ്പോൾ ഒന്ന് കയ്യിൽ ഒതുങ്ങുന്ന മാതിരിയുള്ള ഒരു പാകത്തിൽ മാത്രമേ കുഴയ്ക്കാൻ പാടുള്ളൂ. നിറയെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ നന്നായിട്ടുണ്ടാവില്ല. നല്ല അമർത്തി കുഴച്ചുണ്ടല്ലോ ഉള്ളു വേകില്ല. പിന്നെ ബലമാകും. ഇങ്ങനെ കാണുമ്പോൾ ബലം തോന്നുന്നുണ്ട്. ബലത്തിലല്ല ഞാൻ ഉരുട്ടിയെടുക്കണത്. അപ്പോൾ എല്ലാം നമുക്ക് ഉരുട്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം കുറച്ചായിട്ട് ഞാൻ ഉരുട്ടി വയ്ക്കുന്നുണ്ട്. എല്ലാം ഉരുട്ടട്ടെ. ഉരുട്ടിയ ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായി ചൂടാകാനും പാടില്ല. നന്നായി ചൂടായിട്ടും ഒന്ന് എല്ലാം ഞാൻ ഉരുട്ടിയിട്ട് നോക്കാം. എല്ലാം ഉരുട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട്
അമർത്തി പിടിക്കാണ്ട് വല്ല ഇതുമാതിരി പിടിച്ചാൽ മതി, ബലമില്ലാണ്ട് പിടിച്ചെടുക്കണം. ഇത് എണ്ണ ചൂടാകാൻ വെച്ചു. അതൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. കയ്യോ കൊണ്ടൊന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. ഒന്ന് കുറച്ച് നല്ല ചൂടായ കരിഞ്ഞു പോകും. ഒന്ന് ചൂടായിട്ട് ഒന്ന് താത്തി വെക്കണം. ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ടത് നമുക്ക് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒന്ന് മുറുകുന്നവരേക്ക് വെക്കണം. തീ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മുറുകിയിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോയാൽ എല്ലാം അങ്ങനെ കലങ്ങി പോകും. അത് അങ്ങനെയല്ല നമ്മൾ പിടിച്ചിരിക്കണത്. ഒരുപാട് ടൈറ്റ് ആക്കാണ്ട് അങ്ങനെയല്ലേ നമ്മൾ എടുത്തിരിക്കണത്. പതുക്കെ ഇളക്കി കൊടുക്കാം. ഉണ്ടോ, അങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. നീക്കിയിട്ട് പതുക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ബബിൾസൊക്കെ ഒന്ന് മാറട്ടെ. അതുകൊണ്ട് ഒന്ന് പൊട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡാൽഡ ഇട്ട കാരണമാണ് എണ്ണ അങ്ങനെ പതഞ്ഞ് വരുന്നത്. അത് ഒന്ന് മുറുകുമ്പോൾ കട്ടാവും. ഡാൽഡ അല്ലേ, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ഒന്ന് മുറുകി. ഇതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മാറ്റി വെച്ച ശേഷം എന്തറിയാമോ, ഒന്ന് നമ്മൾ ബലമില്ലാണ്ട് പിടിച്ച കാരണം ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് അതിന് കോരി എടുക്കാം. ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കി പകുതിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ടാകും. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഉള്ള് നല്ല പഞ്ഞു പോലെ ഉണ്ടാകും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാകും. ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഇത് 4 മണിക്കൊക്കെ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല സൂപ്പറായി, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ കഴിക്കണ സുഖം തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നമ്മൾ വൃത്തിയായിട്ടും ടേസ്റ്റായിട്ടും ഉണ്ടാകും. ഇതാ വേറെ ഇതൊക്കെ ആയിട്ടുണ്ട് ഇട്ടത്. അതൊക്കെ നമുക്ക് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. പതുക്കെ മറിച്ചിട്ടിട്ട് എടുക്കണം. അപ്പം എല്ലാം ഇത് റെഡിയായി. നമുക്കിതൊക്കെ കോരി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ആക്കണം. എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കോരി എടുത്തിട്ട് ചായയും മെതു ബോണ്ട, മെതു പൊക്കവട പറഞ്ഞാൽ ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. ഇത് മെതു ബോണ്ട, പട്ടണം പൊക്കവട പറയും തമിഴിൽ. സൂപ്പറായിട്ടുണ്ടാവും. ഇതാണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്. എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ 3 കപ്പിൽ ഇതത്രയും പൊക്കവട കിട്ടിയിട്ടുണ്ട്. ചായ റെഡിയായി. ഞാനിതൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരു 10 ആൾ കഴിക്കും. 2 എണ്ണം ആകുമ്പോൾ 10 ആൾ കഴിക്കും. മതി, അത്രേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതാ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. മേലെ ഭാഗം ക്രിസ്പി ആയിട്ടുണ്ട്. ആ ക്രിസ്പി ആയ കാരണമാണ് അത് പൊട്ടിപ്പോണത്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ് പറയുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എല്ലാവർക്കും ബായ്.